കൊല്ലത്ത് ലേസ് കൊടുക്കാത്തതിന് 19-കാരന് ക്രൂരമർദ്ദനം. ലേസിനടി, പപ്പടത്തിനടി, കടലക്കടി, അങ്ങനെ ഈ ലോകത്ത് പോസിബിൾ ആയിട്ടുള്ള എല്ലാ അടിയും കൊല്ലത്തുണ്ട്. കൊല്ലം ബീച്ചിൽ കപ്പലണ്ടിക്ക് എരിവില്ലെന്ന് പറഞ്ഞുണ്ടായ തർക്കം കൂട്ടത്തല്ലിൽ കലാശിച്ചു. കേരളത്തിലെ ഏറ്റവും മോശം ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ല കേരളത്തിലെ ഏറ്റവും മോശം ജില്ല എന്ന് പറഞ്ഞാൽ പണി നോക്ക്. ഇത് ഞാൻ പറഞ്ഞതല്ല, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞാണ്. പക്ഷെ ഞാൻ ചോദിച്ച മജോറിറ്റി ആൾക്കാർക്കും ഇത് തന്നെയാണ് അഭിപ്രായം. ഇനി ശരിക്കും ആണോ? യെസ്, ഇന്ന് ഞാൻ കൊല്ലം ജില്ല മൊത്തത്തിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോവാണ്. ഫോർ എക്സാമ്പിൾ, കൊല്ലത്തുള്ളവർ പിശുക്കരാണോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 10 രൂപ കൂടെ ഉണ്ടെങ്കിൽ ബസ്സിന് പോകാൻ പറ്റും. അപ്പോൾ ഒന്നും സഹായിക്കും. പപ്പടം ചോദിച്ചാൽ അടി കിട്ടുമെന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 5 ടെസ്റ്റ് ഉണ്ട്. ആൻഡ് ഫൈനലി ഔട്ട് ഓഫ് 5 ഞാൻ കൊല്ലത്തിന് ഒരു സ്റ്റാർ റേറ്റിംഗ് കൊടുക്കും. കൊല്ലത്തിന്റെ ഭാവി ഞാൻ തീരുമാനിക്കും. ഇപ്പൊ പൊതുവെ കൊല്ലത്തുള്ളവരാണ് ഏറ്റവും കൂടുതൽ പിശുക്കരെന്ന് പറയുന്നത്. ഇല്ല, ഒരിക്കലും അല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെയാണ്. കാര്യം ഏറ്റവും ലാവിഷായിട്ട് അടിച്ചു പൊളിക്കുന്നതുകൊണ്ടാണ് കൊല്ലക്കാരയിൽ കാശില്ലാതെ. മനസ്സിലായി? ആദ്യം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് കൊല്ലംകാർ പൊതുവെ പിശുക്കരാണെന്നുള്ളൊരു പറച്ചിലുണ്ട്. അപ്പം അതാണ് നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ 3 സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് 10 രൂപ ചോദിക്കും. അമ്മ വന്നപ്പോഴേക്കും എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. എനിക്ക് കോട്ടയം വരെ പോകാനായിട്ട് 10 രൂപ കൂടെ ഉണ്ടെങ്കിൽ ബസ്സിന് പോകാൻ പറ്റും. അപ്പോൾ ഒന്നും സഹായിക്കും. കയ്യിലൊന്നുമില്ല അല്ലേ? അത് വളരെ അത്യാവശ്യമായിരുന്നു. പെട്ടെന്ന് പോകണമായിരുന്നു. അതുകൊണ്ട് ആ, നമ്മുടെ ഇത് ഉള്ളു. ഓ, ഇത് വെച്ചോ, അമ്മ വെച്ചോ. ആ, അമ്പലത്തിൽ പോകാനായിട്ടോ? അമ്മ വെച്ചോ. വെച്ചോ. ഇല്ല, കുഴപ്പമില്ല. ഞാനൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് വരുവാ, വീഡിയോ എടുക്കുക. അപ്പം അമ്മയോട് ചോദിച്ചാൽ അമ്മ തരുമോ എന്നുള്ളൊരു ഇതിൽ വന്നാ. ഇല്ല, വേണ്ട, എൻ്റെ ഉണ്ട്. ഞാൻ ചുമ്മാ പറഞ്ഞ ആ അമ്മയുടെ ആകെ ഒരു 10 രൂപ ഉള്ളായിരുന്നു. അതെനിക്ക് തന്നടാ. എന്താ കൊല്ലം ഇങ്ങനൊക്കെ? ആരോടാ പറഞ്ഞത് കൊല്ലം ഇങ്ങനെ അല്ലെന്ന്? നീലാടാ പറഞ്ഞത്. ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ അപ്രോച്ച് ചെയ്ത 2 പേരാണ്. ആദ്യത്തെ 2 പേരാണ് അവരുടെ കയ്യിലും പൈസ ഇല്ലാഞ്ഞിട്ട് തരാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ. കൊല്ലംകാർ പിശുക്കരാണ് എന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ ഇതും കൂടെ കഴിഞ്ഞപ്പോഴേക്കും അത് റോങ് ആണെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് ഫ്രീ ആയിട്ട് ഫുഡ് തരുമെന്ന് ചോദിക്കും. പക്ഷെ എവിടെ ചോദിക്കും എന്ന് ടെൻഷൻ അടിച്ചിരുന്നപ്പോഴേക്കും ഫ്രണ്ടിൽ ഒരു ചെറിയ കട കണ്ടു. ചേട്ടാ നമസ്കാരം, ഞാൻ കോട്ടയത്തുനിന്ന് വരിക. വന്നപ്പോഴേക്കും എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോഴേക്കും എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരാൻ പറ്റും? എൻ്റെ പൈസയൊന്നുമില്ല. കുഴപ്പമില്ലെന്ന്, നമ്മൾ അതിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. ഇല്ലെന്നൊരാൾ പറയുമ്പോൾ നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനാവണം. ഓക്കെ, അങ്ങനെയാണ്, അങ്ങനെ ജീവിക്കാവൂ. താങ്ക് യു. ചേട്ടൻ്റെ പേരെന്നാ? സലീം. എനിക്ക് എന്തോ പോലെ, കാരണം ഭയങ്കര സന്തോഷം തോന്നുന്നു. ആ കടയിൽ നിന്ന് ചേട്ടനാണ് സലീം ചേട്ടൻ. ചേട്ടന് സ്വന്തമായിട്ട് വീടുമില്ല, കിടക്കുന്നതൊക്കെ ബീച്ചിലാണ്. എനിക്ക് ഫുഡ് തരാൻ മനസ്സ് കാണിച്ചു. ഇത്രയും നല്ല മനുഷ്യരുണ്ട്. ലവ് യു സലീമക്ക. അവിടെ ഒരു ക്യാമറ ഉണ്ട്. അത് ശരി, അങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് സലീം ചേട്ടൻ. ചേട്ടൻ്റെ കട എന്ന് പറയുന്നത് ഇത് ഹാർബർ അല്ലേ? കൊല്ലം ഹാർബർ. കൊല്ലം ഹാർബറിന്റെ തൊട്ട് സൈഡിലുള്ള കടയാണ്. അപ്പോൾ നിങ്ങൾ ഈ വഴി വരുവാണെങ്കിൽ ഫുഡ് കഴിക്കണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോഴും ചേട്ടൻ ഫുഡ് ഓഫർ ചെയ്താണ്. താങ്ക് യു ചേട്ടാ. ഓക്കോട്ടെ, ബൈ. ചേട്ടാ, ദാറ്റ് മീൻസ് കൊല്ലം ഗോട്ട് എ സ്റ്റാർ. ഇപ്പൊ വേറെ ജില്ലക്കാർ ചേട്ടനെ പരിചയപ്പെടുമ്പോൾ ചേട്ടനെ കളിയാക്കാറ് അങ്ങനെയല്ലോ അല്ലോ? അവിടെ നമ്മുടെ റൂമിൽ കഴിഞ്ഞ് പിടി കഴിഞ്ഞാൽ ഇങ്ങനെ വിഷയങ്ങളാണ്. കൊല്ലക്കാരനാണ് കൂടുതൽ അടുപ്പിക്കേണ്ട. പാമ്പിനെ പിന്നെ കൊന്നാൽ മതി, കൊല്ലക്കാരനെ ആദ്യം കൊല്ലുന്നത്. അങ്ങനെ ഒരു റീസൺ ഉണ്ട് അവിടെ. സൗദി അറേബ്യയിലൊക്കെ ഞാൻ നിന്നതാ. പിന്നെ ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത്ര നേരം ഞാൻ ചിരിച്ചോണ്ടാണ് നിന്നത്. ഇനി ഞാൻ ആളുകളെ ഇറിറ്റേറ്റ് ചെയ്യാൻ പോവാ. കൊല്ലംകാരുടെ റിയൽ സ്വഭാവം ഞാൻ പുറത്തു കൊണ്ടുവരും. സോ ഹിയർ ഈസ് മൈ പ്ലാൻ. ഞാൻ ഒരാളുടെ അടുത്ത് എന്നിട്ട് പറയും, കൊല്ലമാണ് കേരളത്തിലെ ഏറ്റവും മോശം ജില്ലയെന്ന്. ഞാനിപ്പം ഉള്ളത് ചേച്ചിയുടെ പേര്? എൻ്റെ പേര് വിജയമ്മ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദേഷ്യപ്പെടൂ? ഒന്നും തോന്നരുത്. നല്ല കാര്യമാണെങ്കിൽ നല്ല മറുപടി പറയും. ഓക്കെ, ഞാൻ പറയാണ്, കൊല്ലം ജില്ല കേരളത്തിലെ ഏറ്റവും മോശം ജില്ല എന്ന് പറഞ്ഞാൽ പണി നോക്ക്. കൊല്ലം മോശമാണെന്ന് ആരാ? വേറെ വല്ല പണിയുണ്ടെങ്കിൽ പോയി നോക്ക്.
കൊല്ലം മോശമാണെന്ന് ഒരിക്കലും പറയാൻ പാടില്ല. ഓക്കെ അത് സ്ക്രിപ്റ്റഡ് ആയിരുന്നു. കാരണം ഞാൻ ആദ്യം ചെന്ന് പറഞ്ഞപ്പോഴേക്കും ചേച്ചി പ്രത്യേകിച്ച് എക്സ്പ്രഷൻ ഒന്നും ഇട്ടില്ല. പക്ഷെ എനിക്ക് കണ്ടന്റ് വേണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേച്ചി ഒന്ന് ദേഷ്യപ്പെടാവോ. ഞങ്ങൾ ചേച്ചിയെ കൊണ്ട് പറയിപ്പിച്ചാണ്. ചേച്ചി ഇങ്ങനൊന്നും ദേഷ്യപ്പെടത്തില്ല. പപ്പടം പപ്പടം ചോദിച്ചാൽ എന്തായാലും അടി കിട്ടും. ഞാൻ കൊല്ലം ജില്ലയിലെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് രണ്ടാമത് പപ്പടം ചോദിക്കാൻ പോവാണ്. രണ്ടാമത് പപ്പടം. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ എൻ്റെ നാടായ കോട്ടയത്തു നിന്ന് കൊല്ലം വരെ പോയി. നിങ്ങൾക്കറിയാവോ, എനിക്ക് ഓവർടേക്ക് ചെയ്യാൻ വരെ പേടിയായിരുന്നു. കാരണം അവിടെ വണ്ടി ഓവർടേക്ക് ചെയ്താലും അടി കിട്ടും. ഓവർടേക്കിങ്ങിനെ ചൊല്ലി കൊല്ലം പുത്തൂരിൽ നടു റോഡിൽ കൂട്ടത്തല്ല. ഇതെന്തൊരു നാടത്? അങ്ങനെ ഉച്ച ആയതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച് ബിരിയാണി കഴിക്കാമെന്ന്. കാരണം ഉറപ്പായിട്ടും പപ്പടം കിട്ടും. പക്ഷെ രണ്ടാമത് സദ്യ വിളമ്പുന്നതിനിടെ ഉണ്ടായ തർക്കമാണ് തമ്മിത്തല്ലിൽ കലാശിച്ചത്. ഞാൻ നേരെ ഒരു ഹോട്ടലിലേക്ക് പോയി. ബിരിയാണി കിട്ടി. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ബിരിയാണി കൊണ്ടുവന്ന ചേട്ടൻ രണ്ടാമത് എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇങ്ങനെ നടന്നു പോയി. അപ്പൊ ഞാൻ വിളിച്ചു, ചേട്ടാ പപ്പടം ഉണ്ടോ? സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത്. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് സംഭവം ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ കൊല്ലത്തേക്ക് പോയത്. ഞാൻ ഇന്ന് കണ്ട ആൾക്കാരെല്ലാം നല്ല സ്നേഹത്തോടെയാണ് എന്നോട് റെസ്പോണ്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു അൾട്ടിമേറ്റ് കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം മലയാളികളാണ്. എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാം മനുഷ്യരാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യുന്നത് ശരിയല്ല. സോ ഇതൊക്കെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് മാത്രം പറയുന്നതാണ്. ഇത് ഞാൻ കൊല്ലംകാരെ വെള്ള പൂശാൻ വേണ്ടി പറയുന്നതല്ല. എനിക്ക് അവിടെ ഫ്രണ്ട്സും ഇല്ല, എനിക്ക് അവിടെ ആരുമില്ല. കൊല്ലം ഈസ് ഗെറ്റിംഗ് എ 5 സ്റ്റാർ. രണ്ടാം വട്ടം പപ്പടം കൊടുത്തില്ല. കോട്ടയത്ത് കല്യാണ സദ്യക്കിടെ കൂട്ടത്തല്ല്. കോട്ടയം? ഇനി എനിക്ക് ഒരു ജില്ലയും കൂടെ ബാക്കിയുണ്ട്. ഒന്ന് പറഞ്ഞാൽ രണ്ടിന് ബോംബിടുന്ന ഞാനപ്പം കൊല്ലത്ത് വന്നിരിക്കുകയാണ്. ചേട്ടാ, ചേട്ടൻ്റെ പേരാണ് എൽസൺ. ഓക്കെ, ചേട്ടൻ കൊല്ലംകാരനല്ലേ? കൊല്ലം ജില്ലയെ പറ്റിയുള്ള അഭിപ്രായം എന്താ ചേട്ടന്? ഏറ്റവും നല്ല ജില്ലയാണ് കൊല്ലം. ഓക്കെ, വേറൊരു കാര്യം സീരിയസ് ആയിട്ട് ചോദിക്കട്ടെ, ഒന്നും തോന്നരുത്. ഓക്കെ, ഇപ്പം നിങ്ങൾ വേറൊരു ജില്ലയിൽ പോയി കഴിയുമ്പോഴേക്കും കൊല്ലത്തു നിന്നാണെന്ന് പറയുമ്പോഴേക്കും എന്തെങ്കിലും കളിയാക്കാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ കളിയാക്കാറൊന്നുമില്ല. ഇല്ല. അപ്പോൾ വേറെ ജില്ലക്കാർ ശരിക്കും ഇപ്പം കൊല്ലത്തിനെ ഒരു മോശം ജില്ലയായിട്ട് കാണാറുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചിലരൊക്കെ കാണാറുണ്ട്. ഹലോ ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് പ്രജിത്ത്. ചേട്ടൻ്റെ? സജീർ. നിങ്ങൾ രണ്ടുപേരും കൊല്ലത്തുള്ളവരാണോ? ഓക്കെ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജില്ല ഏതാ? കൊല്ലം തന്നെ. കൊല്ലം തന്നെ. ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. ശരിക്കും ഇപ്പം കൊല്ലം എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ കുറേ ട്രോളും കളിയാക്കലും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. കൊല്ലം നമ്മളെ അപേക്ഷിച്ച് ഏറ്റവും നല്ല സ്ഥലം തന്നെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ആൾക്കാർ ട്രോളൊന്നും അങ്ങനെ? അവരെ ഒരേ കാര്യങ്ങളാണ്. നമ്മളെ കൊല്ലത്ത് എന്തും ഇല്ലാത്തത് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ.